PSCയിൽ ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. മുൻ സർക്കാർ, പിണറായി സർക്കാർ PSCയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്തു എന്ന് UDF അല്ലെങ്കിൽ VD സതീശനൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ആരോപിച്ച കാര്യമാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടില്ലേ പിണറായി PSC? അല്ല, അത് പിണറായി വിജയൻ ദുരുപയോഗം ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ മാധ്യമങ്ങളൊക്കെ പറയാത്തൊരു കാര്യം 228 പേര് എഴുതിയ പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക്കായിട്ട് ഓപ്പൺലി നടത്തിയൊരു എക്സാം അല്ല. അത് സർവീസിനകത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നടത്തിയിട്ടുള്ള പരീക്ഷയാണ്. അല്ലെങ്കിൽ 228 പേര് എഴുതില്ലല്ലോ. ആ 228 പേര് എഴുതിയിട്ടുള്ളത് ആസൂത്രണ ബോർഡിലെ നിരവധി നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പെർസ്പെക്റ്റീവ് പ്ലാനിങ് ഓഫീസർ എന്നൊക്കെ പറയുന്ന, ഡിവിഷൻ ചീഫ് എന്നൊക്കെ പറയുന്ന നിരവധി പോസ്റ്റുകളുണ്ട്. ഞാനിപ്പോൾ പോസ്റ്റ് ഡീറ്റെയിൽസ് പറയുന്നില്ല. അതിനുവേണ്ടി എഴുതിയതാണ്. ആ എഴുതിയതിൽ വലിയ മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പക്ഷേ ഒരു ഗവൺമെൻറ് മൊത്തമായിട്ട് ഏൽപ്പിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ഇപ്പോൾ ആ സമയത്ത് അവിടെ PSC ചെയർമാനായിട്ടിരിക്കുന്ന ആൾ KR ബൈജു ആണ്. KR ബൈജു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. BTech കഴിഞ്ഞിട്ടുള്ള MTech കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അദ്ദേഹമാണ് ഇരുന്നിരുന്നത്. മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ അത് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന അത്രയും നമ്മൾ വലിപ്പത്തിൽ എടുക്കണോ എന്നുള്ളതിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. മിസ്റ്റേക്ക് ഉണ്ട്, അത് തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ ഒരു തവണ യൂണിവേഴ്സിറ്റി കോളേജിൽ 2 പേർക്ക് ഇതുപോലെ റാങ്ക് കിട്ടിയതൊക്കെ വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ആ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി ഭരിക്കുമ്പോൾ അതിലുള്ള ആളുകൾ, ഇപ്പോൾ ഇതിൽ തന്നെ വന്നിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് അതിലെ പാർട്ടി സംഘടനാ പ്രവർത്തകനായിട്ടുള്ള, അതായത് അവരുടെ സർവീസ് സംഘടനയിലെ പ്രധാനിയായിട്ടുള്ള ഒരാളെയാണ് മാർക്ക് കൂടുതൽ കൊടുത്ത് ജയിപ്പിച്ചേക്കുന്നത്. പിന്നെ അത് ലീഗലി ഇത് നിലനിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ലീഗലി നിലനിൽക്കണ ഒരൊറ്റ കാര്യമുള്ളൂ, ഏതാണ്ട് 10 ക്വസ്റ്റ്യൻസിന് മാർക്ക് ഇട്ടിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഇൻ്റർവ്യൂവിൽ കൂടുതൽ മാർക്ക് കൊടുത്തു. പക്ഷേ ഇൻ്റർവ്യൂവിൽ കൂടുതൽ മാർക്ക് കൊടുത്തു എന്നുള്ളത് ലീഗലി പ്രശ്നമാവില്ല. പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിലനിൽക്കും. അതുകൊണ്ട് അത് പ്രശ്നമാണ്. ഈ ഇഷ്യൂ നിൽക്കുമ്പോൾ തന്നെ പിണറായി സർക്കാർ ഗവൺമെൻറ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു ഈ സ്ഥാനത്തേക്ക് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്ന് ലിസ്റ്റുകളുണ്ട് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ. ഒരെണ്ണത്തിൽ നിന്ന് ആളെ നിയമിക്കുന്നതിനുള്ള നടപടി തുടങ്ങി. തീർച്ചയായിട്ടും തെറ്റാണ്, ഒരു സംശയമില്ല. പിന്നെ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, അതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് 2019 ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവുകയും ഈ ക്രമക്കേട് അന്നേരം 2019 ഉണ്ടായിട്ടുള്ള സംഭവം 2022 കോടതി വഴി പുറത്തേക്ക് വരുന്നത്. അന്ന് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായത്, ഇൻ്റർവ്യൂവിന് വന്നേക്കുന്ന ആളുകളുടെ എഴുത്തു പരീക്ഷയുടെ മാർക്കും അതുപോലെ അഭിമുഖത്തിൻ്റെ മാർക്കും സെപ്പറേറ്റ്ലി ഇടുമായിരുന്നു. ഇത്തവണ അത് ഇട്ടിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളുണ്ടില്ല എന്നൊന്നും പറയുന്നില്ല. റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരമൊക്കെ നമുക്കറിയാം. അല്ല, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റിലുള്ള മുമ്പിലുള്ള സമരവും ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലാണ് ഈ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം. പക്ഷേ എല്ലാ റാങ്ക് ലിസ്റ്റിലുള്ളവരെയും ഒന്നും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമരങ്ങൾ ഉണ്ടായിട്ടുള്ള തന്നെ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്ന സമരങ്ങൾക്കൊക്കെ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ PSC നിയമനങ്ങളുടെ കാര്യത്തിൽ വലിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു, അല്ലെങ്കിൽ RSSന്റെ അജണ്ട കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം നിരന്തരമായിട്ട് പിണറായി വിജയനും അതോടൊപ്പം തന്നെ SFIയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവരും വിദ്യാഭ്യാസ മേഖലയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഭരണമുള്ളപ്പോൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അല്ല, ഇത് വിദ്യാഭ്യാസ മേഖലയല്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സർവീസാണ്. അതെ, ആ ഗവൺമെൻറ് സർവീസിനകത്ത് മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുന്നത്, എനിക്ക് സംശയമുള്ളത് മാധ്യമങ്ങൾ എന്തിനു ഒളിച്ചു വെക്കണമെന്ന് ചോദിക്കണം. 228 പേർ എഴുതിയ ഒരു പരീക്ഷ, അത് സർവീസിനകത്ത് നിൽക്കുന്നവരുടെ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ എന്താണ് ഇപ്പം എനിക്ക് തോന്നണത്, ഇതിനു മുമ്പത്തെ UDF ഗവൺമെൻറ് കാലത്തും അതിനു മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും ഒക്കെ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതൊന്നും പരിപൂർണമായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെയും ഇപ്പം ഞാൻ പറഞ്ഞു ഈ പ്രശ്നം സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഇന്ന് ഞാൻ വേറൊരു ചാനലിൽ ഞാനിപ്പോൾ അത് അവരോട് വിളിച്ചു പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ലാന്ന്. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ചിന്താ ജെറോമുമായി ബന്ധപ്പെട്ടിട്ടും ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദുവിന് എങ്ങനെയാണ് അവരുടെ ഡോക്ടറേറ്റ്, അതേപോലെ തന്നെ നമ്മളെ സുനിൽ P. ഇളയിടം, അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറേയധികം ആരോപണങ്ങളും അത് തെളിഞ്ഞതുമാണ്. ഇവർക്കൊക്കെ അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുള്ളതാണല്ലോ.
അല്ല, നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ പരിപൂർണമായിട്ടും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഡോക്ടർ ബിന്ദുവിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. അവർ പറയുന്നത് ഇംഗ്ലീഷ് കറക്റ്റ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിന്താ ജെറോമിൻ്റെ കേസിലും ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണം വളരെ വന്നിട്ടില്ല. അവർക്ക് ഇംഗ്ലീഷ് PhD കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വാസ്തവമുണ്ട്. അതൊക്കെ ഗൗതം അറിയേണ്ടത് ഈ കേരളത്തിൽ ഇപ്പോൾ MA പഠിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കാണ്, അതായത് 5 കൊല്ലം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പഠിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു പറഞ്ഞാൽ അതൊരു ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ അത് CPM നേതാക്കന്മാർക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഈ നാട്ടിലെ മിക്ക രാഷ്ട്രീയ പ്രവർത്തകരും ലോ അക്കാഡമിയിൽ നിന്ന്, അതായത് ലക്ഷ്മിയുടെ കോളേജിൽ നിന്ന് LLB കിട്ടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചോദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അതൊക്കെ നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള അധപ്പതനങ്ങളുണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഗൗതം ഉപമിക്കുന്നത് പോലെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇതും തമ്മിൽ നമുക്ക് ഒരിക്കലും സമീകരിക്കാനൊന്നും പറ്റില്ല. അത് വേറൊരു വലിയ പ്രശ്നമാണ്. എന്തായാലും രാഷ്ട്രീയവൽക്കരണമുണ്ട്, അത് അല്ല, അത് രാഷ്ട്രീയവൽക്കരണമല്ല ഗൗതം, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ നിങ്ങള് ഒരു അക്കാഡമിക് ആയിട്ടുള്ള പാഠപുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരുന്നതും നിങ്ങളുടെ ചിന്താധാരകൾ അതുവഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അത് കുറച്ചുകൂടി മൈനർ മിസ്റ്റേക്ക് ആണ്, ഒരു സംശയമില്ല. ഒരു പ്രധാന തസ്തികയിലേക്ക് നമുക്ക് താല്പര്യമുള്ള ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിന്റെ അകത്ത് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് നമുക്ക് എന്തൊക്കെയും ലക്ഷ്യം ഉണ്ടാവും. അത് രാഷ്ട്രീയപരമായി നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണമെന്നില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ മാർക്ക് കൊണ്ടുവരേണ്ട? നാളെ ഈ നാട്ടില് നാളെ അങ്ങനെയാണെങ്കിൽ ഗൗതത്തിനോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഒക്കെ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്? ജഡ്ജിമാർക്കും അവരവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് നാളെ കോടതി വിധി എഴുതുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. ഡ്രൈവർ ഇപ്പോൾ കോടതികളിൽ ജോലിയുള്ള ആളുകൾ നോക്കിയോ, മിക്കവാറും കോടതികളിൽ ജോലിയുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് 2-3 പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അതൊരു സ്വജനപക്ഷപാതമാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഉണ്ടാകരുത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. പക്ഷേ അതിനെ ഗൗതം നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തുലനം ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് ഗൗതം? അതൊരു ഇപ്പം നാളെ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു, അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള നാളെ ഞാൻ മന്ത്രിയായിട്ടിരിക്കുന്നു, അപ്പോൾ ഗൗതത്തിന് എന്ത് ചെയ്യും, സാറേ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കൊന്ന് വെച്ചാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ചിലപ്പോൾ അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, സ്വജനപക്ഷപാതമാണ്. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയർത്തിയ പ്രധാന ആരോപണം എന്തായിരുന്നു? അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളെ തിരികെ കയറ്റുന്നു എന്നുള്ളതായിരുന്നല്ലോ. ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാനെ ആ പരിചയമുള്ള ആളുകളെ തിരികെ കയറ്റുന്നു എന്നുള്ളതല്ലല്ലോ പറഞ്ഞിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരോപണം ഉന്നയിച്ചത്. KK രാഗേഷിന്റെ ഭാര്യയെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അവർ അസോസിയേറ്റ് പ്രൊഫസറാക്കി നിയമിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അല്ല, സെനറ്റിലടക്കം ആരിഫ് മുഹമ്മദ് ഖാൻ എന്തിനാ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേക്ക് തുടങ്ങിയത്? ഇതിന്റെ ഇത് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ പറയുന്ന വിഷയങ്ങളൊക്കെ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഗവൺമെന്റിന്റെ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ, ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേക്ക് കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ 31 പേരെ MG യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കുള്ളതിൽ 19 പേരെ പുള്ളി ഏകപക്ഷീയമായിട്ട് വെച്ചേക്കാണ്. സത്യത്തിൽ പുള്ളിക്ക് വെക്കാൻ ഒരു അധികാരവും ഇല്ല. അത് കാരണം ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായ ഇടപെടലാണ്. അത് രാഷ്ട്രീയമായ ഇടപെടൽ ഗൗതം ഇതുപോലെ കാണരുത്. ഇതെങ്ങനെയാണ് ഗൗതം എന്ത് ചെയ്യുന്നത്? അത് രാഷ്ട്രീയമായ ഇടപെടലാണെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയം അതിനകത്തേക്ക് തള്ളിക്കയറ്റാനുള്ള ശ്രമമാണ്. മറ്റത് ഒരാൾക്ക് വ്യക്തിപരമായ ഇഷ്ടം കൊണ്ട് ഒരാളെ റെക്കമെൻഡ് ചെയ്ത് കയറ്റുന്നതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. മാർക്കിൽ ഇല്ലാത്ത മാർക്ക് കാണിച്ചിട്ട് ഒരാളെ ജയിപ്പിച്ചു വിടുന്നതിന്റെ അകത്ത് എന്താണ്? ആ വ്യക്തിപരമായി ഈ പറഞ്ഞ പോലെ സ്വജനപക്ഷപാതമാണ്. സ്വന്തം താല്പര്യമുള്ള ആളുകളോട് പക്ഷപാതത്വം കാണിക്കൽ തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ നമുക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുക? പിന്നെ ആ രാഷ്ട്രീയം പോലെ അല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്കും സെനറ്റുകളിലേക്കും നമ്മുടെ ആളുകളെ തിരികെ കയറ്റുന്നത്. അതെന്താണ്? യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ ഭരണം ഇവരുടെ നേതൃത്വത്തിലേക്കാക്കാനും ഇവരുടെ ആശയധാരകൾ അവിടെ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. അത് രണ്ടും തമ്മിൽ പാചകചാന്തര വ്യത്യാസമുണ്ട്. നാളെ നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരാളെ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ ഒരു ജോലി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് നിയമിക്കുന്നതും പുള്ളിയുടെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ആളുകളെ തിരികെ കയറ്റുന്ന തമ്മിൽ 2 വ്യത്യാസമുണ്ട്. മറ്റത് ഗവർണർ ഇത് മാത്രമല്ല ചെയ്തേക്കണത്. ഗവർണർ ചെയ്തേക്കണത് എക്സ്പേർട്ട് കമ്മിറ്റികളിലേക്ക് സംഘപരിവാർ ആളുകളെ നോക്കി തിരികെ കയറ്റിയേക്കണത്. എന്തിനാണ്? അവർക്ക് ജോലി ഇല്ലാത്തവരല്ല, അവർക്ക് ജോലി ഉള്ളവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ST കോളേജിലെ പ്രൊഫസറാണ്, അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ഒരു യൂണിവേഴ്സിറ്റിയിലെ സബ്ജക്ട് എക്സ്പെർട്ടായിട്ട് നിയമിച്ചേക്കാണ്.
ആ നിയമിച്ചേക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കരിക്കുലം തീരുമാനിക്കുന്നതിലും ബാക്കിയുള്ളതിലും അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരാനാണ്. അത് കൂടുതൽ അപകടകരമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ തെറ്റൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നാളെ ആരാണെങ്കിലും ശരി, എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും സ്വജനപക്ഷപാതം കാണിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. സ്വജനപക്ഷപാതവും രാഷ്ട്രീയം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം നാളെ മറ്റേ KT ജലീൽ, KT അദീബ് എന്ന് പറയുന്ന പുള്ളിക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടെ എന്ത് ചെയ്തു, മറ്റേ ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ MD ആയിട്ട് വെച്ചു എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. പക്ഷേ നാളെ KT ജലീൽ എന്ത് ചെയ്യുന്നു, വേറെ അദ്ദേഹത്തിന്റെ ഐഡിയോളജിയോ ബാക്കിയുള്ളത് എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഗുരുതരമായ പക്ഷപാതത്തിലൂടെ തന്നെയാണല്ലോ രാഷ്ട്രീയം തിരികെ കയറ്റാൻ പറ്റുക. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് താല്പര്യമുള്ള ഒരാളെ ഒരു സ്ഥലത്ത് നിയമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കുകളെ തിരിമറികളൊക്കെ നടത്തിയിട്ട് അയാൾ അവിടെ എത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടാവും. കാരണം ഞാൻ പറയുന്നത് അയാൾ അനുസരിക്കണമെന്ന് പറയുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും അതിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകില്ല. അല്ലാണ്ട് വെറുതെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവില്ലേ? അങ്ങനെ ലക്ഷ്യമൊന്നുമില്ലെന്ന് എന്താണ് ഈ പറയണത്? ഇപ്പൊ KSRTCയിലേക്ക് 2016 ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു, 3000-ഓളം വരുന്ന 2000-3000 വരുന്ന ഡ്രൈവേഴ്സിന് എടുത്തു, കണ്ടക്ടേഴ്സിന് എടുത്തു, ഇത്തരത്തിലുള്ള മുഴുവൻ സ്റ്റാഫിന് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയാവുന്ന കാര്യം പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ അത് വഴി നേരെ ബസ് ഓടിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെന്റർ വഴി തിരിച്ചു വിടണമെന്ന് വിചാരിച്ചിട്ടല്ല, അവർക്ക് പറ്റാവുന്ന ഒരു ഉപകാരം ചെയ്യണേ. ഏത് സർക്കാർ വരുമ്പോഴും ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം ഉണ്ടാകുന്ന പറയും അല്ലേ? സ്വജനപക്ഷപാതമൊക്കെ ഏത് സർക്കാർ വരുമ്പോഴും ഉണ്ടാവും. ഇപ്പം ഈ സർക്കാർ വന്നപ്പോഴത്തേക്കും വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അളിയന അവിടെ ചെയ്തില്ലേ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞ ഇനി സത്യത്തിൽ എനിക്ക് അതിനോട് പോലും എതിർപ്പില്ല. അളിയൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ട് ഇനി അളിയനല്ലാതെ വേറെ ആരെങ്കിലും PSC വഴി അപ്പോയിന്റ് ചെയ്യുന്നില്ല. അവിടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള വേറെ ആരെങ്കിലും തന്നെ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അളിയനെ അവരൊന്നും നിർബന്ധം പിടിക്കേണ്ട കാര്യം ഒന്നിരിക്കണം. മനസ്സിലായി? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ ശരിക്കും പറഞ്ഞാൽ വെറും ട്രിവിയലായ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോലെയാണ്. അല്ല, അവിടെ പക്ഷെ പ്രശ്നമാവുന്നത് മറ്റത് കുറെ കൂടി ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ, ഒന്നിനും കൊള്ളാത്ത ഒരു അധ്യാപകനെ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രം ഞാൻ നിയമിക്കുക ചെയ്യുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിള്ളേർക്ക് നല്ല ക്ലാസ് കിട്ടില്ല. ഇങ്ങനെയുള്ള, ഞാൻ പറയുന്നത് ഇത്തരത്തിൽ യോഗ്യത ഇല്ലാതെ ഈ സ്വജനപക്ഷപാതം വെച്ച് മാത്രം നമ്മൾ കുറെ ആളുകൾ കുറെ സ്ഥലത്തേക്ക് തിരികെ കയറ്റും. ഈ യോഗ്യത ഉണ്ടായില്ല എന്ന് എങ്ങനെ തീരുമാനിക്കണം? ഇതിലിപ്പോ യോഗ്യതയുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും തന്നെ യോഗ്യതയുണ്ട്. അല്ല, ഇതില് യോഗ്യത ഉള്ളവരാണ്. അദ്ദേഹത്തിന് മാർക്ക് കിട്ടിയില്ലല്ലോ. മാർക്ക് കൂടുതൽ കാണിച്ചത് എന്തിനാ? യോഗ്യതയുള്ളതുണ്ടോ? നിങ്ങൾ അറിയേണ്ടത് ഈ യോഗ്യത എന്ന് പറയുന്നതും മത്സര പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റും വേറെയാണല്ലോ. യോഗ്യത ഉള്ളവരാണല്ലോ എല്ലാവരും അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് ടീച്ചർമാരുടെ ഒരു പോസ്റ്റ് ക്ഷണിച്ചാൽ എല്ലാവരും തന്നെ യോഗ്യരായവരാണ്. ഇതിലിപ്പോ മാർക്ക് കൂട്ടി നൽകി, മാർക്ക് കൂട്ടി നൽകി, കൂട്ടി നൽകാൻ അവർക്ക് അതിന് അവകാശമുണ്ട്. നാളെ അഭിമുഖ പരീക്ഷയും അതുപോലെ എഴുത്ത് പരീക്ഷയും നടക്കുമ്പോൾ എഴുത്ത് പരീക്ഷ അനുസരിച്ച് മാത്രം മാർക്ക് റാങ്ക് ഇടാനാണെങ്കിൽ അങ്ങ് കയറ്റി വിട്ടാൽ പോരെ? അത് പറ്റില്ല. അവര് അഭിമുഖ പരീക്ഷ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ 40 മാർക്കിലാണ് അഭിമുഖ പരീക്ഷ. അതിൽ 15 മാർക്കാണ് സാധാരണ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഡിസ്ക്രിപ്ഷണറി പവർ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ അവിടെയുള്ള PSC ചെയർമാൻ അത് കൊടുക്കാം. നിയമപരമായിട്ട് അതൊന്നും നിൽക്കില്ല. നിയമപരമായിട്ട് നിൽക്കാൻ പോകുന്നൊരു പ്രശ്നം, ക്വസ്റ്റ്യൻ പേപ്പർ 350 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അതിൽ ചില ഒരു 10ഓളം വരുന്ന ചോദ്യങ്ങളിൽ വാല്യുവേഷൻ നടത്തിയിട്ടുണ്ടായില്ല എന്നാണ്. ആ വാല്യുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് നിൽക്കില്ല. വാല്യുവേഷൻ നടത്തിയിട്ടില്ല. മറ്റതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൗതം. കാരണം ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഗൗതം ഒരു കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്നു. ഞാൻ എഴുത്ത് പരീക്ഷയിൽ എനിക്ക് 90% മാർക്ക് കിട്ടി, വേറൊരാൾക്ക് 80% മാർക്ക് കിട്ടി. നേരെ അയാൾ വരുമ്പോൾ ഗൗതത്തിനോട് സംസാരിച്ച് ഗൗതം ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ 40 വേണമെങ്കിൽ ഗൗതത്തിന് 39 മാർക്ക് കൂടാം, 40 മാർക്ക് കൂടാം. ചെയ്യേണ്ടത് പറയാൻ പറ്റുമോ? പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷേ അതങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ. പക്ഷേ വരുന്നത് എൻ്റെ പാർട്ടിക്കാരനാണ്. അപ്പൊ എൻ്റെ പാർട്ടിക്കാരനാകുമ്പോൾ ഇവന് 30 മാർക്ക് കൊടുക്കേണ്ട യോഗ്യതയുള്ളൂ. പക്ഷേ ഞാനൊരു എന്താണ് പാർട്ടിക്കാരനായതുകൊണ്ട്, ഞമ്മന്റെ ആളായതുകൊണ്ട് എങ്ങനെ തെളിയിക്കുമെന്ന്? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് എങ്ങനെ തെളിയിക്കും? അത് ശരിയാണ്. അത് ഗൗതം പറയണ ഇതൊക്കെ ഗൗതം ഈ 228 പേരുടെ പരീക്ഷ നടത്തിയത് ഇപ്പൊ ഏതാണ്ട് അഖില ലോക പ്രശ്നമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിന് കുഴപ്പമില്ല, നിങ്ങളെ സ്വാതന്ത്ര്യം. പക്ഷെ എന്റെ ചോദ്യം എന്നത് ഇതൊക്കെ എല്ലാ കാലത്തും ഇതുപോലെ തന്നെ നടക്കാറുണ്ട്. അല്ലാതെ ഇതൊന്നും മറ്റേ ഇപ്പൊ പുതിയതായിട്ട് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിലൊരു അപഭ്രംശം വന്നു എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. ഞാനത് ഗൗതത്തിനോട് തുറന്നു പറഞ്ഞാൽ 10,000-3000-ഓളം പേരെ KSRTCയിലേക്ക് എടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാവരെയും തിരികെ കയറ്റി. ഇനി എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗൗതത്തിന് നമ്മൾ അങ്ങനെ പറയുന്നത് ഇതൊക്കെ എല്ലാ സർക്കാർ ഭരിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്.
പിണറായി ഉള്ളപ്പോൾ ഒരു അപഭ്രംശം പറ്റി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉള്ളത് അങ്ങനെ പറയാൻ കാരണം പിണറായിയോട് എന്തോ താല്പര്യമുള്ളതുകൊണ്ടല്ലേ? അങ്ങനെ പിണറായിയോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ആ പറഞ്ഞത്. കാരണം നിങ്ങളുടെ കള്ളപ്രചരണത്തിനോടുള്ള വെറുപ്പുണ്ട്, പിണറായിയുള്ള താല്പര്യം കൊണ്ടല്ല. നിങ്ങളിപ്പോൾ ഇതേവരെ 228 എഴുതിയ പരീക്ഷയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാ? ഇത് സർവീസിനകത്ത് കിടക്കുന്ന പരീക്ഷയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാ? നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തിരിച്ച് ഗൗതത്തിനോട് ചോദിക്കുന്നത്, കൺഫേർഡ് IAS എങ്ങനെ കൊടുക്കണേ? ഗവൺമെന്റിന് താല്പര്യമുള്ളവർക്ക് കൊടുക്കണേ, അല്ലാതെ മിട്ടുമിട്ടുക്കന്മാരായിട്ടുള്ള IAS-കാരെ തെരഞ്ഞുപിടിച്ചിട്ടാണോ കൊടുക്കണേ? ആണോ? അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ ഇതുപോലെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിൽക്കുന്ന ഗവൺമെന്റ് കുറച്ച് പ്രതിസന്ധിയിലാണ്. അപ്പൊ അതുകൊണ്ടൊരു വാർത്ത അങ്ങോട്ട് തിരികെ കയറ്റിയേക്കണേണ്. കാരണം എന്ന് വെച്ചാൽ ഫിനാൻസ് ബില്ല് വരികയാണ്, ഈ പറയുന്ന അദാനിയുടെ കേസ് വരികയാണ്, വിഴിഞ്ഞം പോർട്ട് വരികയാണ്, ഇതുകൊണ്ട് കയറ്റിയേക്കണാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സംശയമില്ല. PSCയുടെ നിയമനങ്ങളിൽ നിരവധി കുഴപ്പങ്ങൾ ഇതിനു മുമ്പും പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പറ്റുന്നുണ്ട്, ഇപ്പോഴും ഇതിൽ പറ്റുന്നുണ്ട്. മനസ്സിലായോ? എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഞാനൊരു ഗവൺമെന്റ് ജോലി എനിക്ക് ക്യാബിനറ്റ് കൂടി ഒരു പോസ്റ്റ് തീരുമാനിച്ച് എനിക്കത് തരാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയ ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു പടിയില്ല അത് പറയാനായിട്ട്. ഗൗതം അറിയേണ്ടത് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇനി ഗൗതത്തിന് വേറെ തെളിവ് വേണം. ഞാൻ വേണമെങ്കിൽ 5 വരെ ഇപ്പൊ അടിമാലി വരെ പോയ ഒരു പുള്ളിനെ കാണിച്ചു തരാം. ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണ്ടത് വെച്ചാണ്. എന്താ വെച്ചാൽ PC തോമസിന്റെ പാർട്ടിയിലായിരുന്നു. അപ്പൊ ഇതുപോലെ പാർട്ടിക്കാരായിട്ടുള്ള പല ആളുകൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ പുള്ളി MCOM കഴിഞ്ഞാണ്, LLB കഴിഞ്ഞാണ്, മിടുക്കരാണ്. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിക്ക് എടുത്തു വെക്കേണ്ടതാണ്. എൻ്റെ ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഗവൺമെന്റ് ജോലിക്ക് എടുത്തു വെക്കേണ്ടതാണെന്ന് ഞാൻ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ പുള്ളി വീട്ടിലൊക്കെ ഒരുപാട് കൃഷിയും സമ്പത്തും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അതിന് നിന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഗൗതത്തിനോട് അത് പുള്ളിയോട് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാണ്. അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഈ നാട്ടില് ഇപ്പൊ 1% പോലും നടക്കാൻ പാടില്ലെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്തു, അതിനൊന്നും തെറ്റില്ല. ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നത്. താങ്കൾ ഈ ടോപ്പിക്ക് പറഞ്ഞ പാനലല്ലേ പറഞ്ഞ് ചർച്ച ചെയ്യാന്ന്. എനിക്കൊരു മടിയില്ല. അതുപോലും പറ്റാൻ പാടില്ലാത്തതാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഞാൻ തന്നെ ഗൗതത്തോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റി കോളേജിലെ 2 പേർക്ക്, ഒരു കുത്തുകേസിലെ പ്രതിയടക്കം 2 പേർക്ക് ഇതുപോലെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ പേര് കിട്ടിയത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പക്ഷെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാണ് ആ റാങ്കിലേക്ക് എത്തിയത്. അപ്പൊ ഇതെല്ലാം ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്, ഒരു സംശയവും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന നീറ്റ് പരീക്ഷക്ക് മറ്റേ ചില ആളുകളൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുന്നതായിട്ട് എനിക്ക് ചിരി വന്നു. നീറ്റ് പരീക്ഷ എഴുതി 22 ലക്ഷം പിള്ളേരിൽ ഇപ്പൊ ഏതാണ്ട് 10ഓളം പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന കേസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒന്നുണ്ട്. എനിക്ക് ഗൗതത്തിനോട് വേറൊരു തമാശ കൂടി പറയാം. ഈ കുഫോസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജില്ലേ, അവിടെ നിന്ന് ഏതാണ്ട് 18-20 കൊല്ലം മുമ്പ്, അതായത് 20-25-30 കൊല്ലം മുമ്പ് അവിടെ ഈ മറ്റേ കാർഷിക കോളേജ് ഉണ്ട്, മറ്റേ ഫിഷറീസ് കോളേജ് ഉണ്ട്. ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല, പനങ്ങാടല്ലായിരുന്നു അത്. അപ്പോൾ ആ ഫിഷറീസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ പരീക്ഷ പാസ്സായിട്ടില്ല. പക്ഷേ ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ മകനാണ്. കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി, അത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പഠിച്ചുകൊണ്ടിരുന്നത്, പരീക്ഷ പാസ്സായിട്ടില്ല. പക്ഷെ അവിടെ ഗവൺമെന്റിൽ വലിയ ജോലിക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത് താരതമ്യേന കുറവാണ്. മധ്യപ്രദേശിലെ വ്യാപം എന്ന് പറഞ്ഞൊരു അഴിമതി കേസ് കേട്ടിട്ടുണ്ട. അതായത് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി മുഴുവൻ അഴിമതിയായിരുന്നു. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പാർത്ഥസാരഥി എന്ന് പറയുന്ന പാർത്ഥ ചാറ്റർജി എന്ന മന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 21 കോടി രൂപ പിടിച്ചു. എന്താ കാര്യം എന്നറിയോ? അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഴിമതിയായിരുന്നു. കേരളത്തിൽ അങ്ങനെ അഴിമതി കുറവാണ്. ബട്ട് സ്റ്റിൽ ഈ പ്രശ്നം ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇടതുപക്ഷം ചർച്ച ചെയ്യേണ്ടതാണ്. അതിൽ കുറ്റക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല.